മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അടുക്കളയിൽ പൗലോസ് കാണിക്കുന്നതെല്ലാം ഇഷ്ടപ്പെടാതെ അലീന പൗലോസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും ഇഷ്ടപ്പെടാതെ പൗലോസ് ഈ കാര്യം സ്റ്റാൻലിയെ അറിയിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അടുക്കള കാര്യങ്ങളിലെല്ലാം തലയിടുന്നത്? അവർ നിനക്ക് വേണ്ട ആഹാരങ്ങൾ കൃത്യസമയത്ത് നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. ആ സമയത്ത് നീ കഴിച്ചാൽ മാത്രം മതി. അല്ലാതെ നീ ചെന്ന് അടുക്കളയിൽ അധികാരം കാണിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, ഞാൻ കാണിക്കും. കാരണം ഭക്ഷണം ദൂർത്തടിച്ച് കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്ര ഭക്ഷണമാണ് അവർ വേസ്റ്റാക്കി കളയുന്നത്. ഇവിടെ ജോലിക്ക് വരുന്ന ആൻറ്റി കൊണ്ടുപോകുന്നു. അവരുടെ ആടിനും കന്നുകാലികൾക്കുമെല്ലാം കൊടുക്കാനാണെന്ന് പറയുന്നു. പക്ഷേ എന്തിനാ ഇത്രയും ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്? ഒരു ദിവസം ഒരാൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അയാൾക്കറിയില്ലേ അടുത്ത ദിവസം എത്ര ഭക്ഷണം ഉണ്ടാക്കണമെന്ന്? എന്നിട്ട് ഒരു ദിവസം എത്രയാണ് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്? അതുമല്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ പോരെ? അതും ഇവിടെയുള്ള ജോലിക്കാർക്ക് കഴിച്ചാൽ പോരെ? ആ സമയത്ത് സ്റ്റാൻലി പറയും, നീ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. എനിക്ക് അന്നത്തെ ഭക്ഷണമാണ് എനിക്കിഷ്ടം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് പറയും, നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര മക്കൾ അനാഥാലയത്തിലും തെരുവുകളിലും കഴിയുന്നു. അവരെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി സ്റ്റാൻലി പറയും, നിന്നോട് പറഞ്ഞിട്ടുണ്ട് അനാഥാലയത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന്. നീ ഇപ്പോൾ രാജകുമാരിയെ പോലെയാണ് എൻ്റെ മകളായി ഇവിടെ വളരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നീ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ അനാഥാലയത്തെ മറക്കാൻ പറ്റില്ല. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ആ വിഷമം അറിയുന്ന ഞാൻ ഇവിടെ ഇത്രയും ഭക്ഷണം വേസ്റ്റ് കളയുന്നത് എനിക്കിഷ്ടപ്പെടില്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യും. അതുപോലെ പപ്പയ്ക്ക് കുറച്ച് മദ്യപാനം കൂടുതലാണ്. അത് പപ്പ നിർത്തണം എന്ന് പറയുകയാണ്. ദേഷ്യത്തോടു കൂടി സ്റ്റാൻലി പറയും, നീ എന്തിനാ ഇവിടെയുള്ളവരെ നിലക്ക് നിർത്താനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അലീന പറയും, ഞാനല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ. എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്നെ തിരിച്ചയച്ചേക്ക് എന്ന് പറയുകയാണ്. ആ സമയത്ത് മിണ്ടാതെ നിൽക്കുകയാണ് സ്റ്റാൻലി. എന്നെ അനാഥാലയത്തിൽ തന്നെ ആക്കിയേക്ക്. ഞാൻ ആരോടും ഒരു അധികാരത്തിനും അവകാശത്തിനും ഒന്നും വന്നിട്ടില്ല. ഞാൻ എനിക്കിഷ്ടപ്പെടാത്തത് കണ്ടു, അതിനെക്കുറിച്ച് ചോദിച്ചു. അത് ആരാണെങ്കിലും ചോദിക്കും. അത് ഏത് കൊമ്പത്തെ ആളാണെങ്കിലും, അത് പപ്പയാണെങ്കിൽ പോലും ഞാൻ തെറ്റ് കണ്ടാൽ തിരുത്താൻ ശ്രമിക്കും. സമയത്ത് ദേഷ്യത്തോടു കൂടി സ്റ്റാൻലി അവിടെ നിന്നും പോവും. പിന്നീട് ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറയും, അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റുള്ളത്? ഇവിടെ എത്രങ്ങാനും ഭക്ഷണമാണ് വേസ്റ്റ് ചെയ്യുന്നത്. അന്നാന്നുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കിയാൽ പോരെ? അവൾ അതല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ ദേഷ്യപ്പെടുന്ന എന്ത് കാര്യം അവൾ പറഞ്ഞത്? അവൾ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അവൾ എൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് എന്ത് അവകാശമാണ്? ഞാൻ എത്രയും മദ്യപിക്കും. അതിനെക്കുറിച്ച് അവൾക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു അധികാരവും അവകാശവും ഇല്ല. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ആര് പറഞ്ഞു അവൾക്ക് അവകാശമുണ്ട്? നീ എത്രമാത്രം മദ്യപിച്ചാൽ അത് അവൾക്കാണ് കേട്. നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. അവൾക്ക് അച്ഛനായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിന്റെ ഭാര്യ വീട്ടുകാർ അവൾ ഇവിടെ അറിഞ്ഞാൽ ആ നിമിഷം അവളെ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കും. അപ്പോൾ അവൾക്ക് താങ്ങും തണലായി നിൽക്കേണ്ട നീ ഇങ്ങനെ മദ്യപിച്ച് നടന്നാൽ അത് എങ്ങനെയെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, അവളുടെ എല്ലാ കാട്ടിക്കൂട്ടലും വെറും നിൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ്. അവൾ നിന്നെ നിലക്ക് നിർത്തും. ഔദക്കുട്ടിച്ചായൻ പറയും, നീ ഒന്ന് സ്ട്രിക്റ്റായിട്ട് പൗലോസിനോട് പറയേ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതെന്ന്. നിൻ്റെ മകൾ നിന്നോട് ആവശ്യപ്പെട്ടതല്ലേ. അവൾ എന്നോടും പറഞ്ഞു അവൾ അനാഥാലയത്തിൽ ജീവിച്ചത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തത്. നമുക്ക് ഇത്രയും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ്. അവൾ അതെല്ലാം അനുഭവിച്ച് വന്നവളല്ലേ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പ്രതികരിച്ചത്. നീ അത് വിട്ടേക്ക്. നീ നിൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ മനസ്സൊന്ന് പതറുകയാണ്. എൻ്റെ മകൾ ഭക്ഷണം കിട്ടാതെയും ജീവിച്ചിട്ടുണ്ടാവും അല്ലേ എന്ന് കരുതുകയാണ്. പിന്നീട് സ്റ്റാൻലി പൗലോസിനെ വിളിക്കുന്നുണ്ട്. എടാ പൗലോസേ ഇവിടെ വാ എന്ന് പറയുകയാണ്. ആ സമയത്ത് പൗലോസ് അങ്ങോട്ടേക്ക് വരും. എന്താ സാർ വിളിച്ചതെന്ന് ചോദിക്കും. ഇനി ഇവിടെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ അന്നന്നൊക്കെയുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും കുറച്ച് മാത്രം കൊണ്ടുവന്നാൽ മതി. ഇനി എങ്ങാനും ഇവിടെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് കണ്ടു പോകരുതെന്ന് പറയുകയാണ്. അങ്ങനെ പൗലോസ് അടുക്കളയിലോട്ട് പോകും. ആ പെണ്ണ് അധികാരങ്ങളെല്ലാം എടുത്ത് എൻ്റെ അധികാരം തകർക്കാൻ ശ്രമിച്ചു എന്ന് ദേഷ്യപ്പെടുകയാണ് പൗലോസ്. ആ സമയത്ത് ഇത്രയും കാലം എന്നെ ആരും ഇവിടെ ഭരിക്കാൻ വന്നിട്ടില്ല. ഇന്നലെ കയറി വന്ന അവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. അവൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.